ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഈ വീഡിയോ സംസാരിക്കാൻ പോകുന്നത് കാർഡിയാക് സിൻഡ്രോം എക്സ് അല്ലെങ്കിൽ മൈക്രോവാസ്കുലർ അഞ്ചേന ഇൻ ഡയബറ്റിക് പേഷ്യൻസ്. അതായത് നമുക്കറിയാം, ഇത് ചെസ്റ്റ് പെയിൻ ഇക്വലൻ്റ് ആയിട്ടുള്ളൊരു അസുഖമാണ്. പലപ്പോഴും നമ്മൾ അല്ലെങ്കിൽ എമർജൻസിയിൽ അല്ലെങ്കിൽ ഒ പിയിൽ വരാറില്ല, എമർജൻസിയിലാണ് വരിക. പെട്ടെന്ന് നെഞ്ചുവേദന വന്നു, നമ്മൾ ഓടി വരുന്നത് ഷുഗർ രോഗികളായിരിക്കും കൂടുതലായിട്ട് ഫീമെയിൽസ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ആൻജിയോഗ്രാം ചെയ്ത് നോക്കുമ്പോൾ പക്ഷേ ഒന്നും കാണുകയാണ്. അപ്പോൾ അത് ചെസ്റ്റ് പെയിൻ ഇക്വലൻ്റ് എന്ന് പറയുന്നത്, അതായത് നമ്മൾ അറ്റാക്കിന് ഇക്വലൻ്റ്. എന്നാൽ അറ്റാക്കാണോ അതുമില്ല. അറ്റാക്കാണെങ്കിൽ നമുക്കറിയാം ബ്ലോക്ക് ആണെങ്കിൽ ബ്ലോക്ക് മാറ്റി ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ടോപ്പിക്കിനെ പറ്റിയാണ് ഞാൻ ഈ വീഡിയോ സംസാരിക്കാൻ പോകുന്നത്. ഞാൻ ഡോക്ടർ തോമസ് ജോസഫ്, കൺസൾട്ടൻറ്റ് ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ്, കാർമൽ മെഡിക്കൽ സെൻ്റർ, പാലാ. അതായത് മൈക്രോവാസ്കുലർ അഞ്ചിന, അതായത് നമ്മുടെ ഹാർട്ടിന് പുറത്തുള്ള ചെറിയ കുഞ്ഞു വെസൽസ്, കുഞ്ഞു ഞരമ്പുകളിലെ ഒരു പെയിൻ, അതായത് അതിന് ബ്ലോക്ക് വേണമെന്ന് പറയാം. അത് കൂടുതലും ഡയബറ്റിക് രോഗികൾ, കൂടുതലായിട്ട് ഫീമെയിൽസിലാണ് കാണുന്നത്. ടിപ്പിക്കലായിട്ട് നമുക്കറിയാം പ്രധാന ഞരമ്പുകൾ, ഹാർട്ടിലേക്ക് 3 ഞരമ്പുകളുള്ള റൈറ്റ് കൊറോണറി, ലെഫ്റ്റ് കൊറോണയ്ക്ക് 2 ബ്രാഞ്ചസ് ഉണ്ട്. അപ്പം അതിൽ നമുക്ക് മെയിനായിട്ട് ബ്ലോക്ക് വരികയാണെങ്കിൽ നമുക്കറിയാം, ആൻജിയോഗ്രാം ചെയ്തു, നമ്മൾ ബ്ലോക്ക് മാറ്റി, അല്ലെങ്കിൽ സ്റ്റെൻറ്റ്, ക്ലോട്ട് മാറ്റി നമ്മൾ സ്റ്റെൻറ്റ് ഇടും. മെഡിക്കാറ്റ് സ്റ്റെൻറ്റ് അല്ലാത്ത സ്റ്റെൻറ്റൊക്കെ ഇടാം. പിന്നെ ആൻറ്റിപ്ലേറ്ററ്റ്സ്, ബ്ലഡ് കട്ട പിടിക്കുക, അല്ലെങ്കിൽ കോസ്പെന, ക്ലോപ്ലേറ്റ്, സ്റ്റാറ്റിൻസ്, കൊളസ്ട്രോൾ ഡ്രഗ്സൊക്കെ നമ്മൾ കഴിക്കും. പക്ഷേ ഈ കേസിൽ നമ്മൾ എങ്ങനെ ഇത് മാനേജ് ചെയ്യും? കാരണം പലപ്പോഴും ഇത് റിപ്പീറ്റായിട്ട് വരാം. കാരണം ഇത് ജോലി ചെയ്യുന്ന സമയത്ത് വരാം, സ്ട്രെസ്, ടെൻഷൻ, ആൻസൈറ്റി ഒക്കെ വരാം, അല്ല റെസ്റ്റിലും വരാം. അപ്പം കൊറോണറി ഇക്വലൻ്റ് ആണ്. അപ്പോൾ അതേപോലെ ടിപ്പിക്കൽ റിട്രോസ്റ്റാണ്. നമുക്ക് സെൻട്രൽ ചെസ്റ്റ് പെയിൻ ആയിരിക്കും, വേർക്കും, ഓട്ടോണമിക് സിംറ്റംസ് കാണും, കുഴഞ്ഞു വീഴും, നമുക്ക് BP കൂടാം, കുറയുകയൊക്കെ ചെയ്യാം. അപ്പം പലപ്പോഴും കാഷ്വാലിറ്റി വരുമ്പോൾ ECG എടുക്കുമ്പോൾ ECGയിൽ ചെറിയ ചേഞ്ചസൊക്കെ കാണും, എന്നാലും നമുക്ക് ടിപ്പിക്കലായിട്ടൊരു അറ്റാക്കിന് ചേഞ്ചസ് കാണണമെന്നില്ല. അപ്പം ഡോക്ടർ റിപ്പീറ്റായിട്ട് പെയിൻ മാറുന്നില്ല. അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ 2-3 ടെസ്റ്റുകൾ, ഒന്നാമത്തെ ECG എടുക്കും, പിന്നെ കാർഡിയോളജി നമ്മൾ റെഫർ ചെയ്യും, എക്കോ ഒക്കെ ചെയ്യാൻ വേണ്ടി. സ്ട്രെസ് എക്കോ കാർഡിയോഗ്രാഫി ചെയ്യാം. പിന്നെ ഇതുകൂടെ സിംഗിൾ എമിഷൻ കമ്പ്യൂട്ടർ ടോമോഗ്രാഫി ചെയ്യാൻ പറ്റും, ഫോട്ടോൺ. അല്ലെങ്കിൽ നമുക്ക് മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിങ്, കാർഡിയക് ഇമേജിങ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ നമ്മൾ കൂടാതെ നമുക്ക് ആൻജിയോഗ്രാം നമ്മൾ ചെയ്യും. കാരണം മേജർ വെസൽസ്, മെയിൻ രക്തക്കുഴലുകളാണോ ബ്ലോക്കായിട്ടൊന്ന് അറിയാൻ വേണ്ടി. പലപ്പോഴും നമ്മൾ നോക്കാം, അങ്ങനെ കാണുമ്പോൾ ഈ കാർഡിയക് ഇമേജിങ്, MRI അല്ലെങ്കിൽ കാർഡിയക് മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിങ് ഒക്കെ ചെയ്യുമ്പം നമുക്ക് മനസ്സിലാവും കുഞ്ഞ് വെസൽസ്, നമ്മൾ എപ്പിക്കാർഡിയൽ പുറത്തുള്ള, ഹാർട്ടിന് പുറത്തുള്ള ചെറിയ വെസൽസിനാണ് പ്രശ്നമുള്ളത്. അത് നമുക്ക് ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ പറ്റിയില്ല, ഡൈലേറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അവർ നമ്മൾ മരുന്ന്, ഫാർമക്കോളജിക്കൽ തെറാപ്പി എന്ന് പറയും, മെഡിസിൻസ് ഉണ്ട്. നമുക്കറിയാം കാൽഷ്യം ചാനൽ ബ്ലോക്കർ, അല്ലെങ്കിൽ ബീറ്റ ബ്ലോക്കർ, അല്ലെങ്കിൽ AC ഇൻഹിബിറ്റർ, ഇങ്ങനെയുള്ള മരുന്നുകൾ നമ്മൾ കൊടുക്കും. അങ്ങനെ കൊടുക്കുമ്പോൾ നമുക്കറിയാം അവർക്ക് പെയിൻ കുറയും, അവരുടെ വെസലിലേക്കുള്ള ബ്ലഡ് ഓടാൻ തുടങ്ങും, BP കൺട്രോൾ ആകും. പിന്നെ ആൻസൈറ്റി, നമുക്ക് ടെൻഷൻ, ആൻസൈറ്റികൾ അതും കൂടെ നമ്മൾ മാനേജ് ചെയ്യേണ്ടി വരും. പലപ്പോഴും ഇത് കാണുന്നത് ഷുഗർ കൺട്രോൾ ചെയ്യാൻ വരും. നമ്മൾ നല്ല ടൈറ്റ് ഗ്ലൈസമിക്, നല്ല രീതിയിൽ ഷുഗർ കൺട്രോൾ ചെയ്യുന്നുണ്ട്, BPയുടെ മരുന്ന് കഴിക്കുന്നുണ്ട്, സ്റ്റാറ്റിൻസ്, ആൻറ്റി കൊളസ്ട്രോൾ ഡ്രഗ്സ് കഴിക്കുന്നുണ്ട്. പിന്നെ കുടുംബപരമായിട്ട് അറ്റാക്ക് ഒന്നുമില്ലെങ്കിൽ നമ്മൾ പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം വരികയില്ല. പലപ്പോഴും നമ്മൾ ഷുഗർ കൺട്രോൾ ചെയ്യാതെ BP ഹൈ ആയിരിക്കും, കൊളസ്ട്രോൾ മരുന്ന് കഴിക്കാൻ വരുന്നവർക്കാണ് ഇങ്ങനെ പ്രശ്നം വരുന്നത്. പിന്നെ കുടുംബപരമായിട്ട് അറ്റാക്ക് ഉണ്ട്, അവർക്ക് മേജർ വെസലിലെ ഇൻവോൾവ്മെൻറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഏരിയ അഡ്രസ്സ് ചെയ്ത് കാർഡിയോളജി റെഫർ ചെയ്ത് നമുക്ക് ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി ഒക്കെ ചെയ്ത് സ്റ്റെൻറ്റൊക്കെ ഉണ്ട് വന്നേക്കാം. പക്ഷേ പലപ്പോഴും ഈ കുഞ്ഞു വെസൽസിൻ്റെ ഈ പ്രോബ്ലം, മൈക്രോവാസ്കുലർ അഞ്ചേന അല്ലെങ്കിൽ കാർഡിയാക് സിൻഡ്രോം എക്സിൽ